ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഇതുവരെ പറഞ്ഞത് പോസിറ്റീവ് ചിന്തകളുടെ മാന്ത്രികത എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. പോസിറ്റീവ് ചിന്ത പുതിയ വഴികൾ തേടാൻ നമ്മളെ സഹായിക്കുന്നു. അത് യുക്തിബോധം വളർത്തുകയും ലക്ഷ്യം തേടുന്നത് സുഗമമാക്കാനും നമ്മുടെ വിജയങ്ങൾ ആസ്വദിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിൽ പോലും പോസിറ്റീവ് ചിന്ത നമ്മളെ കൊണ്ടു നടന്നാൽ അത് സമയം അനുകൂലമാകുന്നതുവരെ വളരെ ഉത്സാഹത്തോടു കൂടി ഇരിക്കുവാനും ശരിയായി ലക്ഷ്യം നോക്കി കാണുവാനും ഒരു മനസ്സമാധാനത്തോടെ ഇരിക്കുവാനും നമ്മളെ സഹായിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തി നിങ്ങൾ തിരിച്ചറിയുക. അതിനായി നിങ്ങൾ സ്വയം ഒരു കാന്തമാണ് എന്ന് സ്വയം മനസ്സിലാക്കുക. എല്ലാം നിങ്ങളിൽ വന്ന് ചേരുന്നതിന് മനസ്സ് എന്ന വലിയ കാന്തത്തിൻ്റെ പ്രവർത്തനം അത്യാവശ്യമാണ്. മനസ്സ് എന്ന വലിയ കാന്തത്തിൻ്റെ പ്രവർത്തനം നിങ്ങൾ അറിയേണ്ടതാണ്, വളരെ അത്യാവശ്യമാണ്. ഈ ഭൂമിയിലുള്ള മറ്റ് എന്തിനേക്കാളും വലിയ കാന്തത്തിൻ്റെ അല്ലെങ്കിൽ കാന്തിക പ്രഭാവം നിങ്ങളിലുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് ചിന്തയുടെ തലത്തിലാണ് കേട്ടോ. അതിനാൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതിന് സമാനമായ ചിന്തകൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. കുറച്ചു നേരം എന്തെങ്കിലും അസുഖകരമായുള്ള ചിന്തകൾ നമ്മൾ ആലോചിച്ചാൽ അസുഖകരമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയും. സാഹചര്യം കൂടുതൽ മോശമാകും. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതൽ മനസ്സ് അസ്വസ്ഥമാകും. സമാന ചിന്തകൾ ആകർഷിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ചില മോശപ്പെട്ട പാട്ടുകൾ കേൾക്കുമ്പോഴും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകും. അതുപോലെ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ ആ ഗാനം നിങ്ങളെ വിട്ടുപോകാതെ ഇരിക്കുന്നത് പോലെ തോന്നും. അത് നിങ്ങളുടെ മനസ്സിൽ വീണ്ടും ആവർത്തിക്കും. ആ പാട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ആന്തരംഗത്തിൽ അത് പിന്നെയും മുഴുകി. ഇത് ആകർഷണ ശക്തിയുടെ ഒരു വലിയ പ്രഭാവമാണ്. ആകർഷണ ശക്തി മൂലം അതിനെ ആകർഷിച്ച് വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് ആ പാട്ടിനെ വീണ്ടും കൊണ്ടുവരും. പ്രകൃതി ശക്തി ആകർഷണ നിയമം ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ജോലി, അതായത് ഒരു മനുഷ്യൻ്റെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും നല്ല ചിന്തകൾ, പോസിറ്റീവ് ചിന്തകൾ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അതിനെന്താണ് വേണ്ടത്? അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? എന്താണ് നമുക്ക് വേണ്ടത് എന്നതിന് തികഞ്ഞ ഒരു വ്യക്തത ഉണ്ടാവണം. അതിൽ നമ്മുടെ മഹത്തായ പ്രപഞ്ച നിയമത്തെ ആവാഹിക്കണം. നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരും. മാത്രമല്ല, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതിനെ വലിയ രീതിയിൽ ആകർഷിക്കുക കൂടി ചെയ്യുന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതം കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വലിയ പ്രതിഫലനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യത്യസ്തമായ വ്യക്തിയായി മാറുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സ്വയം തോന്നി തുടങ്ങും. നിങ്ങൾ വ്യത്യസ്തമായൊരു വ്യക്തി മാറിയല്ലോ എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നി തുടങ്ങും. നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവ് ചിന്ത ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉയർന്നു കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ചിന്തകൾക്ക് ഒരു വലിയ തരംഗ ദൈർഘ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തകളെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ജീവിത പങ്കാളി ആകർഷിക്കാനായി ഉപയോഗിക്കാം. നല്ലൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തിയതായി, നല്ലൊരു പുതിയ വീട് വെച്ചതായി, നല്ലൊരു പുതിയ കാർ വാങ്ങിയതായി നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അതിപ്പോഴും ചിന്ത അതിനെപ്പറ്റിയാണെങ്കിൽ അത് ഒരു വലിയൊരു തരംഗ ദൈർഘ്യം ഉണ്ടാക്കുകയാണ്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ നിങ്ങളെ തേടിയെത്തുകയും അതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു വ്യക്തി ഒരു രുചി ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് അവൻ്റെ ശരീരത്തിന് ഗുണകരമാണ്. തർക്കങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിലോ ബന്ധങ്ങൾക്ക് ഗുണം ചെയ്യും. അതുപോലെ ഉപയോഗശൂന്യമായിട്ടുള്ള ആശങ്കകൾ, അതുപോലെയുള്ള വേണ്ടാത്ത ചിന്തകൾ ഒക്കെ ഉപേക്ഷിക്കുകയാണെങ്കിലോ അത് നമ്മുടെ ജീവിതത്തിന് വളരെയേറെ ഗുണപ്രദമാണ്.